ദിവസം നിങ്ങളൊരു ഫോറസ്റ്റിലൂടെ നടന്നു പോവാണ്. അപ്പം നിങ്ങളൊരു ആൻറ്റിനെ കാണാം. എങ്ങനത്തെ ആൻറ്റ്? ഒരു ആൻറ്റ് ഒരു മരത്തിൻ്റെ മേലെ സ്റ്റെമ്മിനെയോ ലീഫിനെയോ ബൈറ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. ആ ആൻറ്റിൻ്റെ ഹെഡ് പൊട്ടിയിട്ട് അതിൽ നിന്ന് ഫംഗസ് റിലീസ് ചെയ്തിട്ടുണ്ട്. Feels like a horror movie, right? It's not. And it's not fiction, it's real. Meet the zombie fungus Ophiocordyceps. എന്താ സംഭവം? ഈ ഓഫിയോകോർഡിസെപ്സ് എന്ന് പറയുന്ന പാരസൈറ്റ് ആൻറ്റിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ആൻറ്റിൻ്റെ ബോഡിയിലേക്ക് ഇവർ സ്പോർട്സ് വഴി ഇൻവേഡ് ചെയ്തതിന് ശേഷം നേരെ ആൻറ്റിൻ്റെ ബ്രെയിൻ ഇവർ ഹൈജാക്ക് ചെയ്യും. എന്നിട്ട് ഇവരെന്താ ചെയ്യുക? ആൻറ്റിനെ നല്ല ഹൈറ്റുള്ള ഒരു സ്പോട്ടിലേക്ക് ആൻറ്റിനെ കൊണ്ട് ക്ലൈംബ് ചെയ്യിപ്പിക്കും. ഓക്കെ, എന്നിട്ട് ഈ ആൻറ്റിനോട് എന്തെങ്കിലും സ്റ്റെമ്മോ അഥവാ ലീഫോ ഡെത്ത് ഗ്രിപ്പിൽ ബൈറ്റ് ചെയ്ത് പിടിക്കാൻ പറയും. അങ്ങനെ ഇതിന് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷം ആൻറ്റിനെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഫംഗസ് കൊല്ലും. എന്നിട്ട് ആൻറ്റിൻ്റെ ഹെഡ് ബേസ്റ്റ് ചെയ്തിട്ട് ഈ ഫംഗസ് പുറത്തേക്ക് വരും ആൻഡ് സ്പോർട്സ് റിലീസ് ആവും. ഓക്കെ, ഈ സ്പോർട്സിലൂടെ വേറെ ഏതെങ്കിലും ആൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ദ സെയിം പ്രോസസ് ഹാപ്പൻസ് അഗൈൻ. അപ്പം ഇങ്ങനെ ആൻറ്റുകളൊക്കെ ഇൻഫെക്ട് ചെയ്യപ്പെട്ട് അവിടെ സ്പോർട്സ് ഒക്കെ റിലീസ് ചെയ്ത് പെട്ടിരിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ആൻറ്റ് ഗ്രേവ്യാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ റിയൽ ഫംഗസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ഹ്യൂമൻസിനെ എഫക്ട് ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? ഇതിപ്പം റൈറ്റ് നൗ ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യോ? ഇല്ല, ബിക്കോസ് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ആൻഡ് നമ്മുടെ ബ്രെയിനിൻ്റെ കോംപ്ലക്സിറ്റി ഇതൊന്നും ഇപ്പം ഈ ഓഫിയോകോർഡിസെപ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നിലയിലല്ല ഉള്ളത്. പക്ഷെ ഇമാജിൻ ഇവരെന്തെങ്കിലും മ്യൂട്ടേറ്റ് ആയാലോ, നമ്മുടെ ടെമ്പറേച്ചറിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആൻഡ് നമ്മുടെ ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവരെന്തെങ്കിലും മ്യൂട്ടേറ്റഡ് ആയാലോ എന്തായിരിക്കും സംഭവം? ഒരു സോംബി അപ്പോകാലിപ്സ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമോ? വാട്ട് ഡു യു ഗൈസ് തിങ്ക്?